അങ്ങനെ ഇപ്പോൾ സ്പൈഡർമാനും ഡെഡ്പൂളും ജെറ്റിൽ കയറി മറ്റേ ഏജൻറ്റിനെ പിടിക്കുവാനും പിന്നെ അവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ഡേറ്റാസ് അടങ്ങിയ പെൻഡ്രൈവ് എടുക്കുവാനും പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറേ പേർ ജെറ്റ് ബാക്ക് ഉപയോഗിച്ച് പറന്നു വന്ന് സ്പൈഡർമാനെയും ഡെഡ്പൂളിനെയും അറ്റാക്ക് ചെയ്യുകയാണ്. അത് കണ്ടതും അവരോട് ഫൈറ്റ് ചെയ്യുവാനായി സ്പൈഡർമാനെയും എടുത്തുകൊണ്ട് ബുദ്ധിമാനായ ഡെഡ്പൂൾ ജെറ്റിൽ നിന്നും പുറത്തേക്ക് ചാടുന്നു. എന്നിട്ട് ആകാശത്ത് കിടന്ന് ഡെഡ്പൂൾ സ്പൈഡർമാനെയും കൊണ്ട് മറ്റവന്മാരെ അറ്റാക്ക് ചെയ്ത് അവരുടെ ദേഹത്തുള്ള ജെറ്റ് ബാക്കെല്ലാം വലിച്ചെറിഞ്ഞ് അവന്മാരെയും വലിച്ചെറിയുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാനും ഡെഡ്പൂളും താഴോട്ട് വീഴാൻ പോവുകയാണ്. പക്ഷേ ഡെഡ്പൂളിൻ്റെ കയ്യിൽ ഒരു പാരഷൂട്ട് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരൻ അത് ഉപയോഗിച്ച് സേഫായി നിലത്തെത്തി. എന്നാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ കയ്യിൽ പാരഷൂട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ തൻ്റെ വെബ് ഷൂട്ട് ഉപയോഗിച്ച് വല കൊണ്ട് ഒരു പാരഷൂട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെഡ്പൂൾ ചുമ്മാ രസത്തിന് അതൊരു സ്പ്രേ ഉപയോഗിച്ച് കത്തിച്ച് കളയുന്നു. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ നേരെ താഴെയുള്ള ഒരു മരത്തിൻ്റെ മുകളിൽ ചെന്ന് വീഴുകയാണ്. ഫൈറ്റിനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ അങ്ങോട്ട് നമ്മുടെ ഡെഡ്പൂൾ വന്നിട്ട് നമ്മുടെ സ്പൈഡർമാനോട് ഞാൻ ചുമ്മാ രസത്തിന് ചെയ്തതാണെന്നും നമുക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്നും ഇപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തത് ടാസ്ക് മാസ്റ്റർ എന്ന വില്ലൻ്റെ ആളുകളാണെന്നും മറ്റേ ഏജൻ്റ് ആ ഫയൽസ് എല്ലാം അടിച്ചു മാറ്റിയത് ഈ ടാസ്ക് മാസ്റ്ററിന് കൊടുക്കാൻ വേണ്ടിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നമുക്കിവിടെയുള്ള ടാസ്ക് മാസ്റ്ററിനെയും പിന്നെ അവൻ്റെ ആളുകളെയും വെട്ടിക്കൊന്നിട്ട് വേഗം ആ ഏജൻറ്റിനെയും പിന്നെ ആ ഫയൽസ് എല്ലാം അടങ്ങിയ പെൻഡ്രൈവും എടുത്ത് വേഗം ഇവിടുന്ന് പോകാമെന്ന് ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുന്നു. ഇപ്പോൾ ഡെഡ്പൂൾ ഇവിടെയുള്ള ആളുകളെ എല്ലാം കൊല്ലണമെന്ന് പറഞ്ഞത് കേട്ടതും സ്പൈഡർമാൻ ഞെട്ടുകയാണ്. അന്നേരം തന്നെ ഞാൻ ആരെയും കൊല്ലില്ല എന്നും കൊല്ലുന്നത് തെറ്റാണെന്നും ആരെയും കൊല്ലാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്നും സ്പൈഡർമാൻ ഡെഡ്പൂളിനോട് പറഞ്ഞതും എങ്കിൽ ഞാൻ ആരെയും കൊല്ലുന്നില്ല എന്നും ഞാൻ എല്ലാവരുടെയും കൈയും കാലും പിന്നെ ചെറുതായി കഴുത്തും വെട്ടിക്കോളാമെന്നും പറഞ്ഞ് വാളും എടുത്തുകൊണ്ട് അവിടെയുള്ള ടാസ്ക് മാസ്റ്ററിൻ്റെ കെട്ടിടത്തിൻ്റെ അങ്ങോട്ട് ഓടിച്ചെന്ന് തൻ്റെ നേരെ വരുന്ന ആളുകളെല്ലാം അടിച്ചിട്ടിട്ട് അവരെ വെട്ടിക്കൊല്ലാൻ ഡെഡ്പൂൾ പോയതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ വന്ന് ഡെഡ്പൂളിനെ തടയുകയാണ്. പക്ഷേ ഡെഡ്പൂൾ നിൽക്കുന്നില്ല. പുള്ളിക്കാരൻ വീണ്ടും അവിടെയുള്ള ആളുകളെയെല്ലാം കൊല്ലാൻ നോക്കിയാണ്. എങ്ങനെയൊക്കെയോ നമ്മുടെ സ്പൈഡർമാൻ അതൊക്കെ തടയുന്നു. ഇതിനിടയിൽ അവിടെ ടാസ്ക് മാസ്റ്ററും വരികയാണ്. ഇപ്പോൾ ഡെഡ്പൂൾ തൻ്റെ സ്ഥലത്ത് വന്നത് കണ്ട് ടാസ്ക് മാസ്റ്റർ പേടിച്ചു പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ ഡെഡ്പൂൾ ടാസ്ക് മാസ്റ്ററിനിട്ട് എടുത്തിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അത് കണ്ട് സ്പൈഡർമാൻ ഞെട്ടിപ്പോവുകയാണ്. ഇപ്പോൾ സ്പൈഡർമാൻ ഞെട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് മാസ്റ്റർ എന്ന വില്ലന് ആരുടെ ഫൈറ്റിംഗ് മൂവ്മെൻറ്റ്സ് വേണമെങ്കിലും കോപ്പി ചെയ്ത് അതുപോലെ ഫൈറ്റ് ചെയ്ത് എതിരാളിയെ തോൽപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഇത്രയും പവർഫുള്ളായ ടാസ്ക് മാസ്റ്ററിനെ ഡെഡ്പൂൾ പാട്ടും പാടി സിമ്പിളായി അടിക്കുന്നത് കണ്ടാണ് സ്പൈഡർമാൻ ഞെട്ടിപ്പോയത്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ടാസ്ക് മാസ്റ്ററിന് ഡെഡ്പൂളിൻ്റെ ഫൈറ്റിംഗ് മൂവ്മെൻറ്റ്സ് കോപ്പി ചെയ്യാൻ സാധിക്കില്ല. കാരണം ഡെഡ്പൂളിന് പ്രത്യേകിച്ച് ഫൈറ്റിംഗ് മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. പുള്ളിക്കാരൻ പാട്ടും പാടി ഡാൻസും കളിച്ചും തോന്നുന്ന രീതിയിലുമൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ ടാസ്ക് മാസ്റ്ററിനെ വീഴ്ത്തിയിട്ട് പുള്ളിക്കാരനെ കൊല്ലാൻ പോകുന്നത് കണ്ടതും അപ്പോൾ തന്നെ സ്പൈഡർമാൻ വീണ്ടും വന്ന് ഡെഡ്പൂളിനെ തടയുന്നു. മാത്രമല്ല ടാസ്ക് മാസ്റ്ററിനെ പിടിച്ച് വലയിലാക്കി അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഉടനെ മറ്റേ പെൻഡ്രൈവ് എടുക്കുവാനായി ആ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി ആ പെൻഡ്രൈവ് എടുത്ത് കെട്ടിടത്തിൻ്റെ പുറത്ത് വന്നതും അപ്പോൾ തന്നെ സ്പൈഡർമാനോട് ഈ ഡേറ്റാസ് എല്ലാം പെൻഡ്രൈവിലാക്കി ഷീൽഡിൽ കയറി മോഷ്ടിച്ചത് താനല്ല എന്ന് ടാസ്ക് മാസ്റ്റർ പറഞ്ഞതും അത് ആ ഏജൻ്റ് ആണെന്ന് തനിക്ക് അറിയാമെന്നും അവൻ ഈ കെട്ടിടത്തിൽ എവിടെ ഉണ്ടെന്നും അവനെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂവെന്ന് ടാസ്ക് മാസ്റ്ററിനോട് സ്പൈഡർമാൻ പറഞ്ഞതും അങ്ങനെ ഒരു ഏജൻറ്റ് ഇവിടെ ഇല്ല എന്നും ഈ ഡേറ്റാസ് എല്ലാം ഷീൽഡിൽ നിന്നും മോഷ്ടിച്ചത് താനാണെന്ന് ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുകയാണ്. അത് കേട്ട് സ്പൈഡർമാൻ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ തന്നെ ഡെഡ്പൂൾ നീ ഞെട്ടണ്ടായെന്നും തനിക്ക് കാശിൻ്റെ കുറച്ച് ആവശ്യം വന്നുവെന്നും അങ്ങനെ കാശിൻ്റെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും ഞാൻ ഷീൽഡിൽ നിന്ന് അടിച്ചു മാറ്റി വിൽക്കാറുണ്ടെന്നും അങ്ങനെ ഒരു ദിവസം കാശിൻ്റെ വലിയൊരു ആവശ്യം വന്നപ്പോഴാണ് താൻ ഷീൽഡിലുള്ള സൂപ്പർ ഹീറോസിൻ്റെയും മറ്റും ശരിക്കുമുള്ള ഡേറ്റാസ് എടുത്ത് വിൽക്കാൻ പോയതും പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്നും ഈ ടാസ്ക് മാസ്റ്റർ അത് അടിച്ചു മാറ്റിയെന്നും പിന്നെ ഇവനെ കണ്ടെത്തി നിൻ്റെയിലിരിക്കുന്ന പെൻഡ്രൈവ് എടുത്ത് വിൽക്കാനാണ് ഞാൻ ഷീൽഡിൽ വന്ന ഒരു കള്ളക്കഥ പറഞ്ഞതെന്നും ഡെഡ്പൂൾ സ്പൈഡർമാനോട് പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം കേട്ട് സ്പൈഡർമാൻ വീണ്ടും ഞെട്ടുകയാണ്. അപ്പോൾ തന്നെ ഡെഡ്പൂൾ വീണ്ടും സ്പൈഡർമാനോട് നമുക്ക് 2 പേർക്കും ഇതങ്ങ് വിൽക്കാമെന്നും എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ 3/4 ഭാഗം താൻ എടുക്കുമെന്നും ബാക്കി നീ എടുത്തോളാനും സ്പൈഡർമാനോട് പറഞ്ഞതും താൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് സ്പൈഡർമാൻ ഡെഡ്പൂളിനോട് പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് ഇവിടെ നടക്കുമെന്ന് പറഞ്ഞ് ഡെഡ്പൂൾ സ്പൈഡർമാനെ അറ്റാക്ക് ചെയ്യുകയാണ്. സ്പൈഡർമാനും തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിനിടയിൽ ഡെഡ്പൂൾ സ്പൈഡർമാൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ അവരവിടെ കിടന്ന് അടികൂടുകയാണ്. അവസാനം അടികൂടി മറുത്ത ഡെഡ്പൂൾ ഞാൻ ഇനി അടികൂടാനില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും ഒരു ജെറ്റ് പാക്ക് ഉപയോഗിച്ച് എങ്ങോട്ടോ പറന്നു പോവുകയാണ്. ഫൈറ്റിന് മറ്റേ പെൻഡ്രൈവ് സ്പൈഡർമാൻ്റെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഡെഡ്പൂൾ പോയത് കണ്ടതും ഇതുപോലെ ഒന്നും മനസ്സിലാകാത്ത ഒരു ഫൈറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് സ്പൈഡർമാൻ സ്വയം പറയുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.